എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മുടെ ഈ പുതിയ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരൊറ്റ ചോദ്യപേപ്പർ തയ്യാറാക്കാൻ നിങ്ങൾ സാധാരണ എത്ര സമയമെടുക്കാറുണ്ട്? ചിലപ്പോ മണിക്കൂറുകൾ, അല്ലേ? ചില വിഷയങ്ങളാണെങ്കിൽ ദിവസങ്ങൾ തന്നെ വേണ്ടിവരും. ശരി, ഇനി നമ്മൾ AI-യുടെ സഹായം തേടിയാലോ? അപ്പോൾ വേറൊരു തരം സംശയങ്ങൾ വരും. അയ്യോ, ഇത് കുട്ടികൾക്ക് ഒരുപാട് എളുപ്പമായി പോവോ? അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ വിചാരിക്കുന്നതിലും പാടായിരിക്കുമോ? അതുമല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ AI അങ്ങ് വിട്ടുകളഞ്ഞാലോ? ഇങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അപ്പോ AI ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണയായി വരുത്തുന്ന 5 പ്രധാനപ്പെട്ട തെറ്റുകളും അത് വളരെ ലളിതമായി എങ്ങനെ പരിഹരിക്കാമെന്നും നമുക്ക് ഈസിയായി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. AI വെച്ച് ചോദ്യപേപ്പർ ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും കോമണായ 5 തെറ്റുകൾ. നമുക്കൊരു കൗണ്ട് ഡൗൺ പോലെ 5-ാം നമ്പറിൽ നിന്ന് തന്നെ തുടങ്ങാം. 5-ാമത്തെ തെറ്റ് ഇതാണ്. AI തരുന്ന ആദ്യത്തെ റിസൾട്ട്, ആ ഫസ്റ്റ് ഡ്രാഫ്റ്റ്, ഒരു മാറ്റവും വരുത്താതെ അതുപോലെ തന്നെ എടുത്ത് ഉപയോഗിക്കുന്നത്. നമ്മൾ ഓർക്കണം, AI നമുക്ക് തരുന്നത് ഒരു ഫൈനൽ പ്രോഡക്റ്റ് അല്ല, അതൊരു തുടക്കം മാത്രമാണ്, ഒരു കരട് രൂപം. AI തരുന്ന ചോദ്യങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലും അവ്യക്തതയോ ചെറിയ തെറ്റുകളോ കണ്ടേക്കാം. നിങ്ങൾക്ക് AI-യോട് തന്നെ തിരിച്ചു പറയാം, ഈ സെക്ഷനിലെ ചോദ്യങ്ങൾ കുറച്ചുകൂടി കടുപ്പമുള്ളതാക്കണമെന്ന്, അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് പ്രോബ്ലംസ് കൂടി ആഡ് ചെയ്യണമെന്ന്. ഇങ്ങനെ പറയുമ്പോൾ AI തന്നെ ആ പേപ്പർ തൽക്ഷണം മെച്ചപ്പെടുത്തി നമുക്ക് തരും. ശരി, ഇനി നമുക്ക് 4-ാമത്തെ തെറ്റിലേക്ക് കടക്കാം. 4-ാമത്തെ പ്രശ്നം ഇതാണ്: സിലബസ് മുഴുവനായി കവർ ചെയ്യാത്തത്. നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം, അതായത് പ്രോംപ്റ്റ്, അത്ര കൃത്യമല്ലെങ്കിൽ AI ചിലപ്പോൾ ചില പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ മൊത്തത്തിൽ അങ്ങ് ഒഴിവാക്കിയേക്കാം. ഇത് നന്നായി പഠിച്ച കുട്ടികളോട് ചെയ്യുന്ന ഒരു അനീതിയല്ലേ? ഇത് ഒഴിവാക്കാൻ വളരെ എളുപ്പമാണ്. എന്റെ മുഴുവൻ സിലബസിൽ നിന്നും ചോദ്യങ്ങൾ വേണം എന്നൊരൊറ്റ നിർദ്ദേശം കൊടുത്താൽ മതി. അതോടെ എല്ലാ കുട്ടികൾക്കും തുല്യ അവസരം നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് 3-ാമത്തെ തെറ്റ്. ഇത് നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ പോയിന്റുമായിട്ട് നല്ല ബന്ധമുള്ളൊരു കാര്യമാണ്. ചോദ്യപേപ്പറിന് വ്യക്തമായ ഒരു ഘടനയില്ലാത്തത്. നമ്മൾ പലപ്പോഴും വെറുതെ ഫിസിക്സിലെ 4-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കൂ എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ AI എന്തു ചെയ്യും? ഒരു ഓർഡറുമില്ലാതെ കുറേ ചോദ്യങ്ങൾ ഒരുമിച്ച് നമുക്ക് തരും. പക്ഷെ ഒരു നല്ല ചോദ്യപേപ്പറിന് കൃത്യമായൊരു പാറ്റേൺ വേണമല്ലോ. ഉദാഹരണത്തിന് സ്ക്രീനിൽ കാണുന്നത് പോലെ ഇങ്ങനെ പറയാം: സെക്ഷൻ Aയിൽ 10 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ വേണം, ഓരോന്നിനും 1 മാർക്ക്. സെക്ഷൻ Bയിൽ 5 ഷോർട്ട് ആൻസർ ചോദ്യങ്ങൾ, ഓരോന്നിനും 3 മാർക്ക് വെച്ച്. ഇങ്ങനെ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്താൽ AI നമുക്ക് വളരെ ഓർഗനൈസ്ഡായ നല്ല സ്ട്രക്ചറുള്ള ഒരു പേപ്പർ ഉണ്ടാക്കിത്തരും. നമ്മുടെ ലിസ്റ്റിൽ ഇനി 2 പോയിന്റുകളാണ് ബാക്കിയുള്ളത്. അതിൽ 2-ാമത്തേത്, ഇത് വളരെ സാധാരണയായി കാണുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതെ, ഡിഫിക്കൽട്ടി ലെവൽ ഒരു ബാലൻസ് ഇല്ലാത്തത്. ചിലപ്പോൾ നോക്കിയാൽ പേപ്പർ മൊത്തത്തിൽ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര പാടുള്ള ചോദ്യങ്ങൾ മാത്രമാവും. ഇത് കുട്ടികളുടെ കഴിവിനെ ശരിയായി അളക്കാൻ നമ്മളെ സഹായിക്കില്ല, അല്ലേ? അപ്പോൾ എന്തു ചെയ്യണം? ഒരു നല്ല ചോദ്യപേപ്പറിൽ എല്ലാ നിലവാരത്തിലുമുള്ള ചോദ്യങ്ങൾ വേണം. കുട്ടികൾക്ക് അടിസ്ഥാന കാര്യങ്ങൾ അറിയാമോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പമുള്ള ചോദ്യങ്ങൾ, അവർ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ കുറച്ച് മീഡിയം ലെവൽ ചോദ്യങ്ങൾ, പിന്നെ അവരുടെ ചിന്താശേഷി അളക്കാൻ കുറച്ച് കടുപ്പമുള്ള ചോദ്യങ്ങളും. നിങ്ങളുടെ പ്രോംപ്റ്റിൽ എളുപ്പം, ഇടത്തരം, പ്രയാസമേറിയ ചോദ്യങ്ങൾ ഏകദേശം ഈ ഒരു അനുപാതത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഒറ്റവരി ചേർത്താൽ മതി. ആ പ്രശ്നം തീർന്നു. ശരി, ഇനി 1-ാം സ്ഥാനത്തുള്ള നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ്. 1-ാമത്തെ തെറ്റ് ഇതാണ്: ബ്ലൂംസ് ടാക്സോണമി എന്ന ആശയത്തെ നമ്മൾ പൂർണ്ണമായി അവഗണിക്കുന്നത്. നമ്മൾ വ്യക്തമായ നിർദ്ദേശം കൊടുത്തില്ലെങ്കിൽ AI ഉണ്ടാക്കുന്ന മിക്ക ചോദ്യപേപ്പറുകളും കുട്ടികളുടെ ഓർമ്മശക്തിയെ മാത്രം അളക്കുന്ന ഒന്നായിരിക്കും. അതായത് കാണാപാഠം പഠിച്ചാൽ മാത്രം ഉത്തരമെഴുതാൻ കഴിയുന്ന ചോദ്യങ്ങൾ. എന്നാൽ യഥാർത്ഥ പഠനമെന്ന് പറയുന്നത് അതിനും ഒരുപാട് അപ്പുറത്താണല്ലോ. ബ്ലൂംസ് ടാക്സോണമി അനുസരിച്ച് ചിന്തയ്ക്ക് 6 വ്യത്യസ്ത തലങ്ങളുണ്ട്. വെറുതെ ഓർത്തെടുക്കുന്നത് മുതൽ പുതിയൊരെണ്ണം ഉണ്ടാക്കുന്നതുവരെ അതിൽപ്പെടും. 1-ാമത്തത് ഓർമ്മിക്കുക, അല്ലെങ്കിൽ റിമെമ്പർ. അടുത്തത് മനസ്സിലാക്കുക, അതായത് അണ്ടർസ്റ്റാൻഡ്. 3-ാമതായി പ്രയോഗിക്കുക, അഥവാ അപ്ലൈ. 4-ാമത് വിശകലനം ചെയ്യുക, അല്ലെങ്കിൽ ആനലൈസ്. 5-ാമത് വിലയിരുത്തുക, അതായത് ഇവാലുവേറ്റ്. അവസാനമായി ഏറ്റവും മുകളിൽ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ക്രിയേറ്റ്. ഒരു സിമ്പിൾ ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. വിഷയം ന്യൂട്ടന്റെ 1-ാം ചലനനിയമമാണെന്ന് വെക്കാം. ഏറ്റവും അടിസ്ഥാന തലമായ റിമെമ്പറിൽ നിയമം പ്രസ്താവിക്കുക എന്ന് ചോദിക്കാം.
അടുത്ത ലെവലായ അണ്ടർസ്റ്റാൻഡിൽ ജഡത്വം എന്ന ആശയം സ്വന്തം വാക്യത്തിൽ വിശദീകരിക്കാമോ എന്ന് ചോദിക്കാം. ഇങ്ങനെ ഓരോ ലെവലിലും ചോദ്യങ്ങൾ മാറ്റാം. ഏറ്റവും മുകളിലുള്ള ക്രിയേറ്റ് എന്ന ലെവലിലെത്തുമ്പോൾ ജഡത്വം തെളിയിക്കാൻ സ്വന്തമായൊരു പരീക്ഷണം ഡിസൈൻ ചെയ്യാമോ എന്നുവരെ ചോദിക്കാൻ പറ്റും. കണ്ടില്ലേ, ഒരേ ടോപ്പിക്കിൽ നിന്ന് തന്നെ എത്ര വ്യത്യസ്തമായ ചോദ്യങ്ങൾ നമുക്കുണ്ടാക്കാം. ഇനി നിങ്ങൾക്കായി ഒരു പ്രോ ടിപ്പ്. പരീക്ഷയ്ക്ക് വേണ്ടി ഒരൊറ്റ ചോദ്യപേപ്പർ മാത്രമുണ്ടാക്കരുത്. പകരം AI-യോട് ഒരു 3-4 വ്യത്യസ്ത സെറ്റ് ചോദ്യപേപ്പർ ഉണ്ടാക്കാൻ പറയുക. എന്നിട്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് റാൻഡമായിട്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഒരൊറ്റ കാര്യം ഓർക്കുക, AI ഒരു മികച്ച അസിസ്റ്റന്റാണ്, സംശയമില്ല. പക്ഷേ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് നിങ്ങളാണ്. നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എത്രത്തോളം മികച്ചതാണോ അത്രത്തോളം മികച്ചതായിരിക്കും AI തരുന്ന ഫലവും. ഈ പറഞ്ഞ 5 തെറ്റുകൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ നല്ല ചോദ്യപേപ്പറുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തതായി നിങ്ങളുടെ സിലബസ് കൊടുത്താൽ അതിൽ നിന്ന് തനിയെ ചോദ്യപേപ്പറുകൾ ഉണ്ടാക്കുന്ന ഒരു കസ്റ്റം AI അസിസ്റ്റന്റ് എങ്ങനെ നിർമ്മിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായി കാത്തിരിക്കുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ചില പ്രോംപ്റ്റുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് നോക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും.